തിരുവനന്തപുരം വെളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ നടപടിയെടുക്കാതെ അധികൃതർ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടിയെത്തിയ കൊല്ലംകോണം സ്വദേശി ബിസ്മിറാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരണപ്പെട്ട ബിസ്മിറിന്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മൾക്കിപ്പോൾ നിൽക്കുന്നത് മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട ബിസ്മിറിന്റെ വീടിന് മുൻപിലാണ്. ഇതുവരെയും യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ സംഭവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ വിഷമത്തിലാണ് ഇവിടെയുള്ള ബന്ധുക്കളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഈ വിഷമം മാത്രം വലിയ രോഷം കൂടി ഇവർക്കുണ്ട്. എന്താണ് ഇപ്പം അധികൃതരൊക്കെ പറയുന്നത്? ഇപ്പം പരാതി കൊടുത്തായിരുന്നു, മെഡിക്കൽ ഓഫീസർ കൊടുത്തു, അതിന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. ബാക്കി ഇപ്പം മുഖ്യമന്ത്രിയുടെയും മൊത്തവർക്കും പരാതി മെയിൽ ചെയ്തിട്ടുണ്ട്. മറുപടി ഇല്ല, ഇപ്പോൾ MLA വന്നതേ ഉള്ളൂ, IBC സാർ ഇപ്പോൾ വന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും മറുപടി ഒന്നും വന്നിട്ടില്ല. DMOയുടെ ഇമെയിൽ അയച്ചിട്ടേ ഉള്ളൂ, 1 മണിക്കൂറായിട്ടുള്ളൂ. പക്ഷെ അതൊന്നും വേറെ വിളിയൊന്നും വന്നിട്ടില്ല. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? നമുക്ക് CCTV തന്നെ മാക്സിമം കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഗവൺമെൻറ് സ്ഥാപനം നൈറ്റ് ഡ്യൂട്ടിക്ക് ആളുള്ളപ്പോഴത്തെ എന്തിനാണ് അടച്ചിടുന്നത്? അകത്തുനിന്ന് ലോക്കായിരുന്നു. ഒരു പട്ടി കയറാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ചാരിടാം. ഒരിക്കലും പട്ടി വന്നിട്ട് ഗ്രില്ല് ഓപ്പൺ ചെയ്ത് കയറത്തില്ലല്ലോ. അത്രയും സമയം ഒരാൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. 2 മിനിറ്റ് ആയിട്ടുള്ളൂ, 2 മിനിറ്റത്തോളം ഒരാളെ പിടിച്ച് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഇരിക്കുമോ? ശ്വാസം കിട്ടാതെ പോയത് പുള്ളി ഹാർട്ട് പേഷ്യൻ്റ് അല്ല, ഒരു ഹൃദ്രോഗിയല്ല പുള്ളി. ശ്വാസം കിട്ടാതെ കൊണ്ടുപോകണം. അതേ 17-ാം തീയതി കൊണ്ടുപോയായിരുന്നു. അന്ന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ജസ്റ്റ് ഒരു ആവി പിടിച്ചു, ഒരു ഇഞ്ചക്ഷൻ ഇട്ടു. പുള്ളി പിറ്റേ ദിവസം ജോലിക്ക് പോയാണ്. 19-ാം തീയതി ജോലിക്ക് 12-ാം തീയതി പോയാണ്. 19-ാം തീയതി കൊണ്ടുപോയപ്പോഴത്തേക്കും എന്തുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല? അത്രയും സമയം പൂട്ടിയിടുന്ന എന്തിനാണ്? വലിയ അനാസ്ഥ തന്നെയാണ്. അതെ, കാരണം ശമ്പളം കൊടുക്കുന്നില്ല അവർക്ക്. ഡോക്ടറിന് നേഴ്സിന് പേയ്മെന്റ് ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടിക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഡ്യൂട്ടി നോക്കണ്ടേ? പോലീസർ വന്നായിരുന്നു, എല്ലാവരും മൊഴി എടുത്തായിരുന്നു. അപ്പം കൂടെ ഉണ്ടായിരുന്ന പെങ്ങളെ മൊഴിയൊക്കെ എടുത്ത് പോയി. ഇന്നലെ വന്നായിരുന്നു എല്ലാവരും. വേറെ ആർക്കെങ്കിലും പരാതി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ DGP മൊത്തവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 1 hour ആയിട്ടുള്ളൂ അത് അയച്ചിട്ട് മെയിൽ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ ദുഃഖത്തിലാണ് ഇവരുള്ളത്. അതുപോലെ തന്നെ വലിയ അമർഷവും ഇവർക്കുണ്ട്. കാരണം മരണം കഴിഞ്ഞ് ഇത്ര സമയമായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. DMOയ്ക്കൊക്കെ അടക്കം പരാതി നൽകി. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ആ വീട്ടുകാരുടെ പ്രതീക്ഷ.